ഹായ്, നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ സ്ട്രെസ്സിനെ കുറിച്ചാണ്. അതായത് ഒരുപാട് പേര് കടന്നു പോകുന്നൊരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണോ, അല്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടോ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്തെങ്കിലും കുറവുകൊണ്ടോ ഒക്കെ ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് വ്യക്തികൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അവർ കടന്നു പോകുന്ന സ്ട്രെസ്സിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ചെയ്യുന്നത് ക്രിട്ടിസൈസ് ചെയ്യുകയോ ജഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുകയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം സ്ട്രെസ് എന്താണ് അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ മെക്കാനിസം എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഹെൽപ്പ് ലഭിക്കേണ്ട ഒരു വ്യക്തിക്ക് ഹെൽപ്പിന് പകരം ജഡ്ജ്മെൻറ്റോ ക്രിട്ടിസൈസിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്വൈസസ് മാത്രം ലഭിക്കുന്നത്, സപ്പോർട്ടിന് പകരം. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രെസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെക്കാനിസം തന്നെയാണ്. അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിലുള്ള ഒരു നാച്ചുറൽ മെക്കാനിസമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സ്ട്രെസ് മെക്കാനിസം മനുഷ്യനിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ നമുക്കിത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് മറികടക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാനായിട്ട്, അതല്ലെങ്കിൽ ആ സിറ്റുവേഷനെ കീഴടക്കാനായിട്ട്, അതിനുവേണ്ടി ഉള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ ശരീരം തന്നെ ആ വ്യക്തിയെ കൂടുതൽ അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സ്ട്രെസ് മെക്കാനിസം ഉള്ളത്. അതായത് ഒരു വ്യക്തി ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ വളരെയധികം സ്ട്രെസ് ഹോർമോൺസായ കോർട്ടിസോൾ അല്ലെങ്കിൽ അതേപോലെ അഡ്രിനാലിൻ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺസ് ആ വ്യക്തിയുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ശരീരം ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് ഈ വ്യക്തിയിൽ ഒരുപാട് പെയിൻ, സഫറിങ്, അത് ഇമോഷണൽ ആയിട്ടുള്ള പെയിൻ, അതേപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മീൻസ് ഹൈ ബി പി വരുന്നു, അല്ലെങ്കിൽ ഹെഡ് ഏക്ക് വരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്നു, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കടത്തിവിടുന്നു. അപ്പോൾ ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ വ്യക്തിയുടെ ബ്രെയിൻ സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ബോഡിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, മനസ്സിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എത്രയും വേഗം എടുക്കുക എന്ന് ബ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺസിൻ്റെ റിലീസ് നടക്കുന്നതുകൊണ്ടാണ്, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ടാണ് ബ്രെയിന് ഈ അവസ്ഥയെ ഓവർകം ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ആ വ്യക്തിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ട്രെസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെയ്യേണ്ട ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഐദർ വി ഹാവ് ടു കോൺകർ ദാറ്റ് സിറ്റുവേഷൻ ഓർ എൽസ് വി ഹാവ് ടു മൂവ് അവേ ഫ്രം ദാറ്റ് സിറ്റുവേഷൻ. താങ്ക് യു.